നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ കൽക്കി സിനിമയുടെ മലയാളം ഡബ്ഡ് വെർഷനാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആസ് എ പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് ഇത് ട്രെയിലർ ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്ന ജെനുവിൻ ഒപ്പീനിയൻ മാത്രമായിരിക്കും ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വലിയ ഡീറ്റെയിലിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് നമുക്ക് നേരെ ട്രെയിലർ കാണാം. ഇതിൻ്റെ ആദ്യത്തെ ഒരു 7 സെക്കൻഡ് വരെ അങ്ങാണ്ട് ഇത് മ്യൂട്ടാണ് കേട്ടോ, സൗണ്ട് ഒന്നുമില്ല. ഈ ഭൂമിയിലെ ആദ്യത്തെ നഗരം, ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി കാശി. ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി കാശി. സത്യം പറഞ്ഞാൽ അത് തന്നെ എനിക്ക് മീൻസ് ഞാൻ ഇതൊരു സൈഫൈ മൂവിയാണ്, സയൻറ്റിഫിക് ഫിക്ഷൻ മൂവിയാണ്. എൻ്റെ പേഴ്സണൽ ചോയ്സിൽ എനിക്ക് ഈ സയൻറ്റിഫിക് ഫിക്ഷൻ മൂവീസൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം ഈ ലാസ്റ്റ് സിറ്റി കാശി എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ ഡയലോഗ് തന്നെ എന്നെ ഈ ഒരു സിനിമ കാണാൻ ഹുക്ക് ചെയ്യിപ്പിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് മുകളിൽ വെള്ളമുണ്ടത്ര. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നതുകൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടോ? അപ്പോൾ ഇത് വേറൊരു വേൾഡിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഈ വേറൊരു വേൾഡിൽ നിന്ന് ഭൂമിയായിട്ടുള്ള അടിയും വഴക്കൊക്കെ ആണോടെ. ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമാണ്. ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കെ. ദൈവവും ഒരാളാണ്. എടേ, ഈ ദൈവം എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ് എല്ലാ ടവർ സിനിമയ്ക്കകത്തുണ്ട്. ഈ ഇത്രയും വലിയൊരു സൈഫൈ സിനിമയിലൊക്കെ മീൻസ് ഒരു ദൈവത്തിൻ്റെ എലമെൻറ്റ്സ് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ജേണൽ എന്ന് പറഞ്ഞാൽ ഈ സയൻറ്റിഫിക് ഫിക്ഷൻ സിനിമകളിനകത്താണ്. അതിനകത്ത് ഈ ദൈവത്തിൻ്റെ എലമെൻറ്റ് എന്തിനാടെ കൊണ്ടിടുന്നത്? അപ്പോൾ ഈ മറ്റുള്ള എല്ലാ വേൾഡിലും ഇതേപോലുള്ള ദൈവം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടോ ഇവിടെ? നിങ്ങളെപ്പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. ജീവന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ. എൻ്റെ മോനെ, അമിതാഭ് ബച്ചൻ്റെ മേക്കൂറുണ്ട്. അപ്പോൾ ഈ വെളിച്ചമെന്ന് പറയുന്ന ഹീറോയുടെ എന്താ പറയുക മച്ചമ്പി എന്ന് പറയുന്നത് അമിതാഭ് ബച്ചനാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഈ നെറ്റിക്ക് എന്തോ ഈ ഒരു എന്താ പറയുക ബൾബ് പോലെ കത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് അമിതാഭ് ബച്ചൻ വലിയൊരു കാസ്റ്റിൽ തന്നെ വരുന്നൊരു സാധനമാണല്ലേ ഇപ്പോൾ ഇത്. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. അവതാരമൊക്കെ അവിടെ നിൽക്കട്ടെ, പടം ഇറങ്ങി വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇത് മികച്ച ഒരു അപരാധമായി മാറും. അതൊന്ന് ഓർത്ത് വെക്കുക. സുപ്രീമൻ അപകടമാണ്. രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വയ്യ പൂച്ചി. പ്രഭാസിന് രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വയ്യ അമ്മച്ചി. എന്തായാലും കഴിഞ്ഞ പ്രഭാസുണ്ട്, അമിതാഭ് ബച്ചനുണ്ട്. അപ്പം പ്രഭാസിൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ അത്യാവശ്യം നല്ല അട്ടർ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇത്രയും ഭാഗം കണ്ടതിൽ തന്നെ 1:15 അങ്ങോട്ട് സെക്കൻഡ് ആയതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടതിൽ തന്നെ അത്യാവശ്യം ഈ ഒരു ട്രെയിലറിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു പൾസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിൽ ആ ഒരു സാധനത്തിനൊക്കെ അപ്പോൾ ഇത് തിയേറ്ററിൽ വർക്കാവുമായിരിക്കും ഇവിടെ അല്ലേ? എന്തല്ല സ്വപ്നമായിരുന്നു. നമ്മൾ കോംപ്ലക്സിലായിരുന്നു. 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യിൽ? ഒന്നുമില്ലമ്മേ. എന്നെ പോലെ എത്ര പേർക്ക് നിങ്ങൾ ഹീറോ ആണെന്നറിയോ? എന്റെ കൂടെ വാ. എത്ര യൂണിറ്റ്സ് തരും? പച്ച കള്ളം. നിനക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഭൈരവ. ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. ക്രിഞ്ച് മയിര് ക്രിഞ്ച്. എടാ ഇത് എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുക തെലുങ്ക് സിനിമ മലയാളം സിനിമയാക്കി മീൻസ് മലയാളത്തിലോട്ട് ഡബ് ചെയ്ത് ഇറക്കുമ്പോഴത്തേക്കിന് ചില ഈ വാക്കുകൾക്ക് കുറച്ച് നല്ല ക്രിഞ്ച് അടിക്കുന്ന ചില സാധനങ്ങളുണ്ട്. മീൻസ് KGF അത് വർക്കൗട്ടായി, പക്ഷേ എല്ലാ സിനിമയിലും അത് വർക്കൗട്ട് ആവണമെന്നില്ല. ഈ സലാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അറിയാമല്ലോ, കുറേ ഡബ് ചെയ്ത് വന്ന കുറേ സാധനം നല്ല രീതിയിൽ ക്രിഞ്ച് അടിച്ച്. എനിക്ക് ഈ ഒരു ഒറ്റ ഡയലോഗ് ക്രിഞ്ച് അടിച്ച്. മേ ബി ഇത് ട്രെയിലറിനകത്ത് വന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ഹായ് ഹായ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അത്രയ്ക്ക് ഷൂറ? റെക്കോർഡ് ചെക്ക് ചെയ്യ. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. അങ്കിളിന് ഫൈറ്റ് ചെയ്യാൻ സമയമായി. ഇതിലും തോൽക്കില്ല. അമ്പോ
അന്യ മേക്കിങ്ങാണ് കേട്ടോ ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന കുറേ സാധാരണ ഈ സൈഫ് സിനിമയ്ക്കകത്തൊക്കെ ഈ അടി ഉണ്ടാക്കുമ്പോഴും വെടി വെക്കുമ്പോഴൊക്കെ മറ്റേ നീല വെട്ടവും ചുമന്ന വെട്ടമൊക്കെയാണ് പോകുന്നത്. ആ സാധനം തന്നെയാണ് ഇവിടെയും. അതിന് വലിയ മാറ്റമൊന്നുമില്ല, അത് യൂഷ്വലി ഉള്ള സാധനം തന്നെ. പക്ഷെ മേക്കിങ് ഭയങ്കര അപാരമാണ് കേട്ടോ. ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. ഇവിടെ കമൽഹാസൻ, എൻ്റെ മോനെ, കമൽഹാസൻ്റെ അന്യ മേക്കൂർ സാധനം. ആൻഡ് മറ്റൊരു ലോകം വരുന്നുണ്ടെന്ന് പറയുന്നത് ഇത് എനിക്ക് തോന്നുന്നു. പിന്നെ വെവ്വേറെ ലോകങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു മറ്റേ ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു 11 ഡയമെൻഷനെ പറ്റിയിട്ട് പറയുമ്പോൾ വെവ്വേറെ ലോകത്തിൻ്റെ ആ ഒരു സംഭവം കാണിക്കുന്നുണ്ടല്ലോ. ഇനി അമ്മാതിരി പരിപാടി വല്ലതും ആണോ ഇത്? എനിക്ക് തോന്നുന്നു ഇത് ഇനി സീരീസ് ഓഫ് സിനിമകളായിട്ട് ഇറങ്ങാനാണോ? കാര്യം മറ്റൊരു ലോകം എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ വരാനാണോ? ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ വലിയ കുറേ കാസ്റ്റിംഗ് ഉണ്ടല്ലോ ഇതിനകത്ത്. അമ്പോ അന്യായ സാധനം. ട്രെയിലർ തന്നെ വേറെ ലെവൽ കേട്ടോ. ആൻഡ് ഇത്രയും വലിയൊരു കാസ്റ്റിങ്ങിൽ വരുന്നത് കൊണ്ട് കാര്യം ഓൾറെഡി പ്രഭാസ് ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്, പിന്നെ ലേഡീസിൻ്റെ കാര്യം, ലേഡി സൂപ്പർ സ്റ്റാർസിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഒപ്പം ഈ പറയുന്ന പോലെ കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ഇവർ 3 പേര് ഇവർ തന്നെ വലിയ കുറേ കാസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഇത്രയും സ്റ്റാർഡത്തൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു പടം ചെയ്യുമ്പോഴത്തേക്കും അതും ഒരു സയൻറ്റിഫിക് ഫിക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിൻ്റെ ഈ ഒരു ട്രെയിലറിൻ്റെ ഈ ഒരു ചെറിയ ഈ ഒരു സംഭവം തന്നെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതിന്. പിന്നെ ഇതിനകത്ത് വലിയ ഗ്രാഫിക്സിൻ്റെ ആണെങ്കിൽ വലിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ക്രിഞ്ച് അടിച്ചത് ഈ കുറേ ചില ഡയലോഗൊക്കെയാണ്. മീൻസ് ഇത് മിക്കവാറും ഈ തെലുങ്ക് സിനിമകൾ മലയാളത്തിലോട്ട് ഡബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ എന്താ പറയുക, ഈ ചില വാക്കുകളുടെയൊക്കെ. ഈ അടുത്ത് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലാർ സിനിമയ്ക്കകത്തുണ്ടായ ഒരു മൂഡില്ലേ, ആ ഒരു മൂഡിലുള്ള സംഭവം ചിലപ്പോൾ ഇത് ട്രെയിലറിനകത്ത് കണ്ടതുകൊണ്ടായിരിക്കും കേട്ടോ. ചിലപ്പം ഫുൾ ലെങ്ത് സിനിമയിൽ വരുമ്പോഴത്തേക്കിനും മേ ബി ആ ഒരു സാധനം മാറാം. അപ്പോൾ ഇതൊരു വേറൊരു ലെവല് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.